Hi guys, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവി കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ കണ്ണൊക്കെ കണ്ടോ കുറച്ച് ഇങ്ങനെ തടിച്ചൊക്കെ ഇരിക്കുന്നത്. ഞാൻ നല്ല കരഞ്ഞു. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സീനിലും എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലാണ്. ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളായതുകൊണ്ട് ആകാം, കാരണം എൻ്റെ അടുത്ത് ഇരുന്ന ചേട്ടന്മാരാണ് ഇരുന്നത്, അതുകൊണ്ട് അവരൊന്നും പെട്ടെന്ന് കരയുന്നില്ലല്ലോ. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നത് കണ്ടു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് കരഞ്ഞതേ ഇല്ല. പുള്ളിക്കാരൻ പാറയുടെ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്, എന്ത് വന്നാലും കരയില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും പക്ഷെ ഒരു ഒരു വല്ലാത്ത ഒരുമാതിരി ദുഃഖം എന്നുള്ള കരച്ചിലല്ല, ഒരു നല്ല കരച്ചിലാണല്ലേ. ചില സമയത്ത് നമ്മൾ നൊസ്റ്റാൾജി അടിക്കുമ്പോഴൊക്കെ നമുക്ക് കരച്ചിൽ വരൂലേ, പിന്നെ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല സന്തോഷം വരുമ്പോൾ കരച്ചിൽ, അങ്ങനത്തെ ടൈപ്പ് കരച്ചിലാണ്. തീരെ ഒരുമാതിരി മറ്റേ ആടുജീവിതത്തിലുള്ള കരച്ചിൽ പോലത്തെ കരച്ചിൽ ഒരിക്കലും അല്ല. അതായത് നമ്മൾ ഭയങ്കര ദുരന്ത കരച്ചിലല്ല, സന്തോഷക്കരച്ചിൽ. അപ്പം പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം സ്ലോ ആയിട്ടാണെന്നുള്ള കാര്യം ഇപ്പം എല്ലാവരും പറഞ്ഞു തന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ വിനീത് ശ്രീനിവാസനല്ല, ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയ മുഹൂർത്തങ്ങൾ ധാരാളമാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ധ്യാനാണ്. പിന്നെ നമ്മുടെ പ്രണവ് മോഹൻലാൽ, പലയിടങ്ങളിലും നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു മുഖവർണ്ണ, സത്യം പറഞ്ഞാലേ പ്രണവ് മോഹൻലാലിനെ പല സ്ഥലത്തും മോഹൻലാലിനെ കാണുന്ന പോലെ, അതായത് ലാലേട്ടനെ നമ്മളെല്ലാം കൊതിക്കുന്ന രീതി, ഇപ്പോഴും കാണാൻ കൊതിക്കുന്ന രീതിയിലുള്ള പല പല ഫ്രെയിംസും പ്രണവ് മോഹൻലാലിനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ആ പണ്ടത്തെ ലാലേട്ടനെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത് ഇപ്പൊ പ്രണവിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചോട്ടാ. എനിക്ക് കുറച്ച് വട്ടാണ്, അതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നോന്നൊന്നും പറയാം. കാരണം എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, എന്റെ ഇമോഷൻസ് ഇങ്ങനെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ടൈപ്പായത്. പക്ഷെ സ്റ്റിൽ ധ്യാൻ ശ്രീനിവാസനെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് പല ഫേസസ് മുഖങ്ങളിലും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഇതുവരെയായിട്ടും ധ്യാനിന്റെ ഒരു മൂവിയിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താണ് പ്രകടനം കിട്ടിയിട്ടില്ല. അത് മൾട്ടിപ്പിൾ വികാരങ്ങളും ഇമോഷൻ ആണെങ്കിലും സങ്കടമാണെങ്കിലും കരച്ചിലാണെങ്കിലും വേരിയസ് വെറൈറ്റി ഓഫ് സംഭവങ്ങൾ ധ്യാന്റെ സൈഡിൽ നിന്ന് കണ്ടു. ധ്യാനെ പുകഴ്ത്തിയത് മതി എന്നായിരിക്കും. പക്ഷെ വിനീത് ശ്രീനിവാസൻ എന്നുള്ള നമ്മുടെ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് ദ മൂവി ഈ സിനിമയിൽ പല സ്ഥലത്തും അപ്പിയർ ആയത് എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അത് പോട്ടെ, തിരക്ക് പിടിച്ച എന്തുവാണ് ബാക്ക്ഗ്രൗണ്ട് വർക്കിനിടയിൽ ആക്ടിങ് കുറച്ച് പാളിപ്പോയി. ദാറ്റ് ഈസ് ഫൈൻ, അത് ഇഗ്നോർ ചെയ്യാം. പാട്ടുകളെല്ലാം വളരെ നന്നായിരുന്നു. എന്നാൽ ഹൃദയം മൂവിയുടെ അത്ര അടിപൊളി പാട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അതിന്റെ താഴെ നിൽക്കും പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും. എടുത്ത് പറയേണ്ട ക്യാരക്ടർ നിവിൻ പോളി പറയാതിരിക്കാൻ പറ്റില്ല. നിവിൻ പോളി തന്നെയാണ് ഈ സിനിമയിലെ ക്രൗഡ് പുള്ളർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു ഫീൽ ഗുഡ്, ഒരു സ്ലോ പേസിൽ. ഇപ്പൊ നമ്മളിപ്പോ ഏത് സിനിമ എടുത്തു പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ആവേശം, മഞ്ഞുമൽ ബോയ്സ്, അതൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട്, പ്രേമലു നമ്മളിങ്ങനെ സ്ലോ തോന്നും. ഇതൊരു ഫീൽ ഗുഡ് സ്ലോ പേസ്ഡ് ആയിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ പോകുന്നത്. അതായത് ഒരു ഇപ്പൊ എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടും ഇൻസ്റ്റാഗ്രാം ബേസ് ചെയ്തിട്ടുള്ള കുറെ അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ അല്ലേ ഇപ്പൊ സിനിമയിലാണെങ്കിലും വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് പോകുന്നത് ഫുള്ള് മറ്റേ 80s 70s ആ ഒരു സമയമാണ്. അപ്പം കുറച്ചൊരു വേറൊരു ജനറേഷന്റെ ഒരു കഥ പോലെ തോന്നും. ചിലപ്പോൾ ആ സമയത്തുള്ള ആൾക്കാർക്ക് എന്നാൽ കാട്ടിലും കുറച്ചും കൂടെ കണക്ട് ആകുമായിരിക്കാം. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് ന്യൂജൻ ആൾക്കാർക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അതൊരു ഒന്നൊന്നര സംഭവം തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു ഗുഡ് മിക്സ് ആണ്. ഓൾഡർ ജനറേഷനും യങ്ങർ ജനറേഷനും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കാരണം രണ്ടിന്റെയും ഒരു ഗുഡ് മിക്സ് എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയണ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പഴയ ആൾക്കാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഈവൻ പ്രേമലുമാണെങ്കിൽ അങ്ങനെ കുറെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റൂല. കാരണം ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം സംഭവങ്ങളൊന്നും. എനിവേസ് സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളി ഗൈസ്, ഞാനെങ്കിൽ ഈ ഇടയ്ക്കൊന്നും ഇത്രയ്ക്ക് ഞാൻ മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗോൾഡിലുള്ള ആ ക്യാപ്റ്റൻ രാജു സീക്വൻസിന് ലാലു ലക്സ് സീക്വൻസിന് ശേഷം ഇത്രയും ഞാൻ ചിരിച്ച വേറൊരു സിനിമയില്ല. ഈവൻ ബേസിൽ ജോസഫിനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു സംഭവം. ബേസിൽ ജോസഫിന്റെ ആ ചിരിച്ച മുഖം കാണാൻ തന്നെ എന്തൊരു സമാധാനം. അതെല്ലാം പോട്ടെ. അപ്പൊ എന്തായാലും നിവിൻ പോളി, ഞാൻ പറയാം നിവിൻ പോളിയുടെ ആ പെർഫോമൻസ് ഉണ്ടല്ലോ, നമ്മളവിടെ ഗ്രാബ് ചെയ്തിരിക്കോ, ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ തിയേറ്റർ ക്ലാപ്പ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത സീക്വൻസ് ആയിരുന്നു നിവിൻ പോളിയുടെ. റാഡി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുള്ളി ഇത്രയും വർഷമായിട്ട് കുറെ ഫ്ലോപ്പ് സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ട് സത്യം ഞാൻ പറഞ്ഞ അതിന്റെ എന്തുവാണ് അതിന്റെ ഇതായിപ്പോവും.
സ്പോയിലർ ആയി പോകും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ബട്ട് അടിപൊളിയായിരുന്നു. വി മിസ്ഡ് നിവിൻ പോളി എ ലോട്ട് ഡ്യൂറിങ് ദ പഴയ പാസ്റ്റ് ഇയേഴ്സ്. പക്ഷെ ഈ സിനിമയിലൂടെ എൻ്റെ പഴയ നിവിനായിട്ട് എനിക്ക് തിരിച്ചു കിട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പടങ്ങളാണ് ഇഷ്ടം. അതായത് തമാശ മാത്രമല്ല, അത് പിന്നെ വിഷമം മാത്രമല്ല, രണ്ടിനെയും മിക്സ്. അതായത് സങ്കടവും ഉണ്ട്, പ്രേമവും ഉണ്ട്, ഇമോഷൻസും ഉണ്ട്, കരച്ചിലും ഉണ്ട്, എല്ലാം കൂടെ ഒരു ഗുഡ് മിക്സ്. ഇങ്ങനത്തെ സിനിമ അധികം നമ്മൾ കാണാറില്ല. പ്രേമിലുമാണെങ്കിൽ ഒരു ഫുൾ ഒരു തമാശ മോഡിലല്ലേ പോണം. മഞ്ഞമ്മൽ ബോയ്സ് ആണെങ്കിൽ വേറൊരു ഫുൾ ഒരു എക്സ്ട്രാ എന്തുവാണ് ആങ്ഷ്യസ് ആയിട്ട് നമ്മളിങ്ങനെ. ഇത് പക്ഷെ മൾട്ടിപ്പിൾ റോളർ കോസ്റ്റർ ഇമോഷണൽ മൂവിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണൂ. നിങ്ങൾക്ക് ഇങ്ങനെ റോളർ കോസ്റ്റർ ഒക്കെ വന്നോ എന്നൊക്കെ ഒന്ന് എഴുതി കമന്റ് ഇടൂ. താങ്ക് യു, ബൈ.